നീ എന്നെ കൂടി കൊലക്ക് കൊടുക്കോ? യെസ്, നിന്നെ മാത്രം കൊലക്കി കൊടുത്തേ ഞാൻ എസ്കേപ്പ് ആവും. നീ ആ സൈഡിലേക്ക് മാറിയെന്നേ, ആരും കാണാട്ടാ. അതെ, എന്നെ പിടിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കോട്ടാ നീ ആ വീട്ടിലുണ്ടെന്ന്. ദുഷ്ടാ, താൻ ആള് കൊള്ളാട്ടാ. കൊള്ളാം. വേഗം വന്നോട്ടാ. ഒരു ഓൾ ദ ബെസ്റ്റ് പറയാൻ പാടില്ലേ? ഓൾ ദ ബെസ്റ്റ്. നല്ല കാര്യത്തിനാണല്ലോ പോണത്. പാല് മുറിയാണ്ട് നോക്കിക്കോട്ടാ നീ. ഞാൻ എപ്പോഴും പറഞ്ഞു നീ എന്താ വൈകിയേ? അതെ, കുറച്ച് തിരക്കായിരുന്നു. ഇന്ന് നീയാ വരുന്നത്? എന്താ നോക്കുന്നേ? നിന്റെ കണ്ണില് നിറയെ നക്ഷത്രങ്ങളാണോടി. നീ നക്ഷത്രം വന്നാ തല്ലല്ലേടി പിശാചേ. ഇതിങ്ങോട്ടേക്ക് കേറി പോന്നേ. ആ പായ ഈ നേരത്താണടി പായ എടുക്കണ. അവിടെ അനിമലേ 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 മിണ്ടാതെ അവിടെ ഇരുന്നോ. മിണ്ടല്ലേ. നീ ഇതുവരെ ഉറങ്ങിയില്ലേടി? പകല് മുഴുവൻ ടി വി കണ്ടോണ്ടിരുന്നോളും. ഈ നേരത്താണ് ഇവിടെ ഇരുന്ന് പഠിക്കുന്നത്. പോയി കിടന്നുറങ്ങ. ശരി, ഞാനൊന്നും പഠിക്കുന്നില്ല. പിന്നെ എക്സാമിന് എങ്ങനെ തോറ്റുപോയാൽ എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. കൊല്ലും ഞാൻ തോറ്റാല്. ആ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയേക്ക്. നിന്റെ ഇംഗ്ലീഷ് പരീക്ഷ ഇന്നലെ കഴിഞ്ഞല്ലേ? അതിനിപ്പോ എക്സാം കഴിഞ്ഞാൽ പഠിക്കാൻ പാടില്ലേ? പഠിക്കുന്ന ഒരു മോള്. അയ്യോ, ഈ പായ ഇവിടെ ഇരിക്കായിരുന്നോ? വെറുതെ അല്ല ഞാൻ ഉച്ചക്ക് നാളെ രാവിലെ പാവയ്ക്ക് ഉണക്കുന്നേരം എടുത്തോ. നീ പോടി. അയ്യോ, ഇവനേതാടി? എടാ എടി അയ്യോ ഞാനിപ്പോ ശരിയാക്കി തരാം. വന്ന് വന്ന് കണ്ട ആമ്പിളെ വീട്ടിൽ കയറ്റാൻ തുടങ്ങിയോടി. നീ നിന്നെ കൊല്ലടി. നിന്റെ മോളിത്തെ കിടപ്പ് ഞാൻ ഇന്നത്തോടുകൂടി തീർന്നു തരാടി. അമ്മയൊന്നും പറയണ്ട, ഞാൻ അവനെ കേട്ടതോളൂ. അപ്പൊ വിളിച്ചു പറഞ്ഞിട്ടേ ഇന്ന് രാത്രി ഞാൻ നിന്റെ കെട്ട് നടത്തി തരാടി. വൃത്തിയായിട്ടവളെ കാണിച്ചു തരാം ഞാൻ. എന്തു പറ്റടാ? നീ കാര്യം പറ. അവളെ തള്ളവന്ന് ചെകളോതി അവരുടെ കൈക്ക് എന്ത് തഴമ്പാടോ. വെടിപ്പായിട്ടുണ്ട്. നീ നേരെ വീട്ടിൽ കയറിപ്പിക്കും. ഇനി ഈ വക കാര്യത്തിന് എന്നെ വിളിക്കാൻ നിൽക്കതട്ടാ. അല്ലാണ്ട് നാട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഇനി ഇതിന്റെയും കൂടി കുറവുള്ളു. അതെ, ഭയങ്കര ചെവിയാനാ. വീട്ടിലിപ്പോ എന്താ പറയും? നോക്കട്ടെ, കാണിച്ചേ. അതെ, 4 വിരലിന്റെ പറയുണ്ട്. ഒരാളുടെ ആധാർ ലിങ്ക് ചെയ്തെന്ന് പറഞ്ഞു. ഒന്ന് കോപ്പ അവിടുന്ന്. എന്നാ ചകളപ്പം കിട്ടിയെന്ന് പറയടാ. എന്തൂട്ടാ? ചിഞ്ചുലിന്റെ തള്ളേ കെവിനെ ചെകളം കുത്തിയിട്ടാ. നല്ല അസലായിട്ട് 4 വിരലും പതിഞ്ഞിട്ടുണ്ട്. അവൻ കരങ്ങില്ലാന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നീരൊക്കെ ഒന്ന് ഉറപ്പാ. പിന്നെ അതേടാ, അത് കലക്കിയിട്ടുണ്ടല്ലോ. ഇനി നാളെ ഇതും പറഞ്ഞുകൊണ്ട് ആന്റി ഇങ്ങോട്ട് വരുമല്ലോ. നീ ഇപ്പൊ തന്നെ അവനൊന്ന് ചൂടോടൊന്ന് വിളിച്ചേരി. എന്നാ ശരി, ഞാനവന്ന് വിളിച്ചോട്ടെ. ബെസ്റ്റ്. എടാ, നീ ആ സ്വിച്ച് ഓഫ് ചെയ്ത് കിടക്കണണ്ട. കിടക്കാണ്.
ഹലോ ഹലോ കെവിൻ അല്ലേ? ആ അതെ. ഞാൻ ബ്രൂലിന്റെ അപ്പുറം. നിന്നെ ഒന്ന് കാണണം എനിക്ക്. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാട്ടാ. കുരുമുളക് പൊടി തീർന്നുട്ടാ. അല്ല നിനക്ക് എന്തിത്ര പരവേശം? വെള്ളം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. അമ്മ ചിഞ്ചുലിൻ്റെ കൂടി ആൾക്കാർ വരും. എടാ അവരെത്ര പേരുണ്ടാവും? നീ ഒരു കാര്യം ചെയ്, ഒരു 2 പാക്കറ്റ് പാലും എന്തേലും വറവരി വാങ്ങിട്ടുവാ. അവർക്ക് ചായ കൊടുക്കണ്ടേ? എന്റെ പൊന്നുകളെ, അവരുടെ മോളെ കെട്ടിച്ചേരാൻ വേണ്ടി വന്നല്ല, അവരെന്നെ തല്ലിക്കൊല്ലാൻ വേണ്ടി വന്നാണ്. ഓ മനുഷ്യന് നാണം കെടുത്താനായിട്ട് അല്ല പട്ടിയെ വളർത്തിയാ മതിയായിരുന്നു. അയ്യോ ഇത് കരിഞ്ഞ്. ബാബുചേട്ടാ 4 ചായ എടുത്ത് 3 മതി. ഒരെണ്ണം നല്ല മധുരം കൂടി എടുത്തു. അടിപൊളി. 4 പേരിലും പക്ക. നീ അങ്ങനെ നമ്പർ കിടോ? എന്തായാലും നല്ല കീറാൻ കിട്ടിയേക്കണ. നീ ചായ കുടിച്ചൊക്കെ മതി. ഒരു തന്നടാ. അയ്യോ ഇത് ഞാൻ ശരിയാക്കാം. എന്താ ഇളി. മുട്ട എവിടെ? ഇന്നില്ലേ? ഇത് വലിയ കഷ്ടമല്ലേ? ആ തിളച്ച ഇന്നും കൂട്ടിൽ പൊട്ടിയില്ല. നിങ്ങൾക്കൊന്ന് ചോദിക്കാമോ? ഇപ്പൊ പറ്റിയ സമയമുണ്ട്. നീ ഒന്ന് പോയേ മേരി. കാലത്തെ വേറെ വല്ല പണിയും നോക്കും. വഴി മുട്ടയിട്ടിട്ടുണ്ടാവില്ല. ഇതിപ്പോ ഞാൻ തന്നെ ചോദിക്കേണ്ടി വരും. മുട്ട കാലത്ത് ഇടൂലേ? ഇതും പോയത് തന്നെയാണ്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങുവാണേ. ആ അവനെയും കൂടെ കൊണ്ടുവെക്കോ. അവൻ രാവിലെ എങ്ങാണ്ടോ പോയല്ലോ. നിങ്ങൾ കുളിച്ചാ? വേണ്ടായിരുന്ന ആ കഴിക്കുമോളെ. അവള് കഴിച്ചു തന്നെ. ഒന്ന് ചോദിക്കോ? എന്ത്? 2 ദിവസം ഇപ്പൊ മുട്ട കാണാത്തത്. ഇതൊരു ശല്യമായല്ലോ. അവൾ അമ്മായിയുടെ ഒരു കോഴിയും മുട്ടയും. എന്നാ അത് കഴിക്കണമെങ്കിൽ ഇത് കൊടുക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു തെണ്ണുമില്ലല്ലോ. നീ പൊടി. തീകലേക്ക് കൊണ്ട് വെച്ചേക്കുന്നോ? ആ പുള്ളി എന്തായാലും ആവട്ടെ. വാ.